ഹായ് ഗായ്സ്, ഇന്ന് നമ്മളിതാണ് നമ്മുടെ ടെറസിൽ പിടിച്ച കോവയ്ക്കയാണ് കേട്ടോ. ഇതൊക്കെ നല്ല കോവയ്ക്കയാണ്, നീളമുള്ള സൈസ് കോവയ്ക്കയാണ്. നല്ല ടേസ്റ്റാണ് ഇത് തോരൻ വെച്ചിട്ട് കഴിക്കാൻ. ഒരുപാട് കോവയ്ക്ക അടിച്ചിട്ടുണ്ട് കേട്ടോ. കോവയ്ക്ക ഇപ്പം പിടിച്ച് കഴിയാറായി. ഞങ്ങൾക്ക് ഒരുപാട് കോവയ്ക്ക കിട്ടിയായിരുന്നു. നല്ല ടേസ്റ്റായി കോവയ്ക്കയ്ക്ക്. ഇതാണെങ്കിൽ നമുക്ക് തോരൻ വെച്ച് കഴിച്ചാലും കൂടുതലുള്ളത് നമുക്ക് വേണമെങ്കിൽ വെയിലത്തിട്ട് ഉണക്കി ഇത് സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുപോലെ നമുക്ക് ഇത് അങ്ങനെ ഉണക്കിയിട്ട് നല്ല ഈ എണ്ണയിലിട്ടിട്ട് പൊരിച്ച് തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണ്. ഈ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് ഇഷ്ടപ്പെടും. നമുക്കിതിപ്പം ഉണക്കി സൂക്ഷിച്ച് വെക്കാനും പറ്റും. അതുപോലെ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റായത്. തോരൻ വെച്ച് കഴിക്കാനും നല്ലതാണ്. അങ്ങനെ ഞങ്ങളാണെങ്കിൽ അധികമുള്ളത് കടയിൽ കൊടുക്കുകയും ചെയ്യും. കുറച്ചൊക്കെ ഞങ്ങൾ എന്ത് ചെയ്തു, ഉണക്കി. ബാക്കിയുള്ളത് നാടൻ കോവയ്ക്കയായതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുകൊണ്ട് കടയിൽ കൊടുക്കും. അല്ലെങ്കിൽ ഇവിടെ അത് പഴുത്തു പോകും. ഇവിടെ ഞങ്ങളുടെ ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി ഞങ്ങൾ എന്ത് ചെയ്യും, കടയിൽ കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറ്. ദേവൂട്ടനാണ് ഇതൊക്കെ പിച്ചുന്ന ആൾ. ദേവൂട്ടൻ പിച്ച് കവറിലാക്കുവാണ് കേട്ടോ. ദേവൂട്ടൻ ഇത് ചാടിപ്പിച്ചാൻ നോക്കുന്നുണ്ട്. താഴെ നിൽക്കുന്നൊന്നും പിച്ചാതെ ദേവൂട്ടൻ ചാടി മുകളിലുള്ളതൊക്കെ പിച്ച് എടുക്കുകയാണ്. ദേവൂട്ടൻ അത് കമ്പ് ഒടിഞ്ഞു പോകും. ഇങ്ങനെ ദേവട്ടനവിടെ ഇവിടെയൊക്കെ നോക്കി നടന്ന് ഓരോന്ന് പിച്ചുന്നുണ്ട്. ഇഷ്ടംപോലെ ഉണ്ട് പിച്ചാൻ. ഞങ്ങൾക്ക് ഏകദേശം 5 കിലോ അടുത്തൊക്കെ ഒരു ദിവസം കിട്ടിയിട്ടുണ്ട്. കോവയ്ക്കയുടെ കൂടെ തന്നെ ഫാഷൻ ഫ്രൂട്ട്, അത് പ്രത്യേക സൈസ് ഫാഷൻ ഫ്രൂട്ടാട്ടോ. ഞങ്ങൾ ലുലു മാളിൽ പോയപ്പോൾ ഒരു പ്രാവശ്യം ഇതിൻ്റെ കളറ് സാധാരണ പോലെയല്ല, ഒരു നല്ല മഞ്ഞ കളറാണ്. മഞ്ഞ ഒരു ഓറഞ്ച് കളറിന് മഞ്ഞ കളറാട്ടോ. ഞങ്ങൾ ലുലു മാളിൽ പോയപ്പം ഒരു പ്രാവശ്യം ഒരെണ്ണമായിട്ട് മേടിച്ചതാണ്. അങ്ങനെ ടേസ്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അവിടെ ഞങ്ങൾ എന്ത് ചെയ്ത് അതിൻ്റെ കുരു കൊണ്ടുവന്ന് ഇവിടെ കുഴിച്ചിട്ടായിരുന്നു. അങ്ങനെ കുഴിച്ചിട്ടതിൽ ഒരു അരി കിളിച്ച ആ ഒരു ഫാഷൻ ഫ്രൂട്ടാട്ടോ ഇത്. ഇതിപ്പോൾ ഈ വർഷം തൊട്ടാണ് പിടിക്കാൻ തുടങ്ങിയത്. വീണ്ടും കുറേ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇതിനകത്ത്. ഒരുപാട് പൂക്കളൊക്കെ വീഴുന്നുണ്ട്. 2-3 കായ ഇതിനകത്ത് പിടിച്ചിട്ടുള്ളൂ. ചിലപ്പോൾ ഈ മാസം അവസാനം ആകുമ്പോഴത്തേക്കൊക്കെ നല്ലോണം കായ്ക്കുമായിരിക്കും. ഒത്തിരി പൂക്കൾ വീണിട്ടുണ്ട്.